ഒരു 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കുറച്ച് സമയം ഒന്ന് ഇറങ്ങി നിന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഇറങ്ങി നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വെരിക്കോസീൽ പോലത്തെ കണ്ടീഷൻസൊക്കെ വരാൻ സാഹചര്യം ഉണ്ടാവും. അതും വന്ധ്യതയുടെ ഒരു കാരണമായിട്ട് വിലയിരുത്താവുന്നതാണ്. ഇതെല്ലാം ചിലപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഈ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്നുള്ളൊരു പ്രശ്നത്തിലേക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ബോഡി ഹീറ്റാവും തോറും സ്പേമിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം ഹോട്ട് ബ്രൂവറീസിലോ അല്ലെങ്കിൽ ഹോട്ട് കിച്ചണിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, എല്ലാ ആളുകളും ലാപ്പ് ഉപയോഗിക്കരുത് എന്നല്ല, ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരം ചികിത്സ തേടുന്ന ആളുകൾ അതും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഫാലിഹ, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ കൺസൾട്ടൻസ് ആണ്. ഫീമെയിൽസിലും ഒട്ടനവധി കാരണങ്ങളുണ്ടല്ലോ, ഡോക്ടർ ഒന്ന് പറഞ്ഞോളൂ. സ്ത്രീകളിലെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അവരുടെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, മെൻസസ് കറക്റ്റാണോ, ഡേറ്റ് കറക്റ്റാണോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഓവുലേഷനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് PCOD. PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ പ്രത്യേകിച്ച് പിന്നെ വന്ധ്യതയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആ സമയത്തായിരിക്കും ഇത് കണ്ടെത്തുക. ഇത് ഒരു പക്ഷേ കുറേ മുമ്പേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് കണ്ടെത്താതെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു വന്ധ്യതയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കാനിങ്ങും മറ്റും ചെയ്യുമ്പോഴായിരിക്കും PCOD ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പം 10-1 സ്ത്രീകളിൽ PCOD ഉണ്ട് എന്നല്ലാണ്, 10-ല്ല 5-3 പേർക്കും ഉണ്ട് എന്നാണ് പുതിയ കണക്ക് പറയുന്നത്. അപ്പോൾ അത്രയും ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് ഏതൊരു സ്ത്രീകളിലും ഇപ്പോൾ ഈ ഒരു പ്രശ്നമുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈലും ജീവിതശൈലിയും ഒക്കെ തന്നെയാണ് കാരണം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഓവം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓവം കറക്റ്റായിട്ട് ഓവമായിട്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നില്ല, ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഓവം സിസ്റ്റ് അല്ല, ആക്ച്വലി ഇവിടെ ഓവം ഡോമിനൻ്റ് ആയിട്ട് നിൽക്കാതെ ഒരു ഓവം ഒരു ഫോളിക്കിളായിട്ട് ഇപ്പോൾ സാധാരണ ഒരു പ്രൈമോഡിയൽ ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ, അങ്ങനെ ഓവുലേഷൻ നടക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇത് ആ ഒരു അവസ്ഥയിലേക്ക് പോവാതെ എല്ലാ അണ്ടങ്ങളും നെക്ലേസ് പോലെ ഇങ്ങനെ അണ്ടാശയത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നൊരു രോഗാവസ്ഥയാണ് PCOD എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഒരു ഗർഭധാരണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓവുലേഷൻ എന്നുള്ളത്. ഈ ഓവുലേഷൻ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ നടക്കാം, അത് കൃത്യസമയത്തല്ലാതിരിക്കാം, അല്ലെങ്കിൽ നടക്കുമ്പോൾ തന്നെ ആ ഓവത്തിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓവം അല്ലാതിരിക്കാം. ഈ സാഹചര്യങ്ങളൊക്കെ PCODയിൽ വരാറുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലക്ഷണങ്ങൾ പേഷ്യൻസ് പലപ്പോഴും തിരിച്ചറിയാറില്ല നേരത്തെ എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇറഗുലർ മെൻസസ് ക്രമം തെറ്റിയുള്ള മെൻസസ് 2-3 മാസം കൂടുമ്പോഴായിരിക്കും ഇവർക്ക് മെൻസസ് ആവുക, ചിലപ്പോൾ 6 months കൂടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പീരീഡ് വരും. പേഷ്യൻസ് പറയുന്നതാണ്, ഡോക്ടറെ ഇപ്പം മെൻസസ് ആവാറേ ഇല്ല, ഞാൻ ആയാലോ നിൽക്കാറേ ഇല്ല. ഈ 2 സിംറ്റംസും വളരെയധികം പ്രോമിനൻ്റ് ആയിട്ട് പേഷ്യൻസ് പറയാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആവില്ല, മാസങ്ങളോളം നീണ്ടു നിൽക്കും, പിന്നെ ആയിക്കഴിഞ്ഞാൽ മെനറേജ് പോലെ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാത്ത അവസ്ഥ. ഇത് രണ്ടും ശരിക്കും കറക്റ്റായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഹോമിയോപ്പതി മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം ഈ PCODയുടെ ഒപ്പം തന്നെ വരുന്നതാണ് ഇത് ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് മറ്റ് 2 ഫീച്ചേഴ്സും കൂടെ നോക്കണം. ഇവർക്ക് ഒബിസിറ്റി ഉണ്ടാവും, കൂടുതലായിട്ടും ഒബിസിറ്റി ഉണ്ടാവും. ഒബിസിറ്റി ഇല്ലാത്ത ലീൻ PCOD ഉണ്ട്, അത് വേറെ അവസ്ഥ. ഇവർക്ക് ഒബിസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ മെയിൽ പാറ്റേൺ ഹെയർ വരും, അതായത് മുഖത്ത് മീശ, താടിയിലൊക്കെ രോമവളർച്ച, ബോഡിയിലൊക്കെ രോമവളർച്ച കൂടുതലായിട്ട്. അതുപോലെ തലയിലാണെങ്കിൽ മെയിൽ ടൈപ്പ് കഷണ്ടി പോലെ ഉള്ള ഹെയർ ലോസ് വരാം. അതേപോലെ പിമ്പിൾസ് കൂടുതലായിട്ട്, മുടിയൊക്കെ ഇങ്ങനെ കയറി ശരിക്ക് മുടി കൊഴിച്ചിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് നെറ്റി കയറുന്നു ഡോക്ടറെ എന്ന് പറയാറുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ മുഖത്ത് ധാരാളമായിട്ട് കുരുക്കൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഡാർക്കനിങ് വരുന്നുണ്ട് സ്കിന്നിൽ. അവരുടെ നോർമലായിട്ടുള്ള ആ കോംപ്ലക്ഷൻ മാറി അവർക്ക് സ്കിന്ന് കുറച്ചും കൂടി സ്കിൻ ടോൺ ഡാർക്കായിട്ട് വരാം. പിന്നെ അതിനു പുറമെ നമ്മളെ ഈ കക്ഷത്തിൽ, കഴുത്തിന് പുറകിൽ, പിന്നെ മടക്കുകളിലൊക്കെ കറുപ്പ് കൂടുതലായിട്ട്, ഇവിടെയൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു കളർ ചേഞ്ചിനും മറ്റും കാരണം. അക്കാന്തസിസ് നൈഗ്രിക്കൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പേഷ്യൻസ് ഡോക്ടർ ഇതിനൊരു ഓയിൻമെൻറ്റ് തരും, അല്ല ഇതിനെന്തെങ്കിലും ഒന്ന് തേക്കാൻ തന്നാൽ മതി. ഇത് ശരിക്കും പുറത്തെ സ്കിന്നിൻ്റെ അവസ്ഥയല്ല, അവരിൽ ഡെവലപ്പ് ചെയ്ത ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെയും PCODയുടെയും ലക്ഷണമാണ് എന്നുള്ളത് നമ്മൾ പറയും. അല്ലെ അതേപോലെ തന്നെ ഈ രോമവളർച്ച, ഇതും പേഷ്യൻസിനോട് പറയുമ്പോഴാണ് അവർക്ക് ഇതുകൊണ്ടാണ് അത് എന്നുള്ളത് പലപ്പോഴും. ഇപ്പോൾ ഇന്നൊക്കെ കുറേ പേർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. PCODയുടെ കേസിലാണെങ്കിൽ നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം. PCOD ഒരു മെഡിസിൻ പ്ലസ് അതിലുപരിയായിട്ട് തന്നെ നമുക്ക് ഡയറ്റ് റെഗുലേഷൻ ഭയങ്കര മസ്റ്റാണ്.
അപ്പോൾ ഡയറ്റ് എന്ന് പറയുമ്പം ഡയറ്റ് പ്ലസ് എക്സസൈസ് ഇത് മൂന്നും കൂടി മിക്സ് ആയിട്ട് പോകുമ്പോഴേ PCOD നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറ്റ്, എക്സസൈസ്, മെഡിസിൻ. അതെ. അപ്പോൾ ഇവരുടെ ഒരു എക്സസൈസ് എന്ന് പറയുമ്പോഴും റെഗുലർ ആയിട്ടുള്ള ഒരു വ്യായാമം ഇവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. എന്നാലേ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ കറക്ഷൻ വരുള്ളൂ. അതുപോലെ ഡയറ്റിൽ ഇതിൽ പറഞ്ഞപ്പോഴാണ് റെഗുലർ റൂട്ടീൻ എക്സസൈസ് എന്ന് പറയുമ്പോൾ പല പേഷ്യൻസും ഒരു ആവേശത്തിൽ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടേക്കാറ് ഒരു ആവേശത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ അവർ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ ഒരാഴ്ച അവരൊന്നും ചെയ്യില്ല, കിടന്നുറങ്ങും. അല്ലെങ്കിൽ രാവിലെ അവസ്ഥ അതൊരു ദോഷം ചെയ്യുന്നുള്ളതും പല ആളുകളും തിരിച്ചറിയാറില്ല. അപ്പോൾ ഒരു റെഗുലർ ആവണം, റൂട്ടീൻ ആവണം, കൃത്യമായിട്ടൊരു എക്സസൈസ്. ഇപ്പോൾ ഒരു 15 മിനിറ്റാണ് അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ 15 മിനിറ്റ് അവരെല്ലാ ദിവസവും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നോർമലി 30 to 40 ഡേയ്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ദേഹം മൊത്തം വിയർക്കുന്ന രീതിയിൽ, എസ്പെഷ്യലി നമ്മൾ ഈ PCODയിൽ കാണുന്ന ഒബസിറ്റി എന്ന് പറയുന്നത് പിന്നെ അടിവയറിന് താഴെയായിട്ട് പൊക്കിളിന് താഴെയായിട്ട് അടിവയർ കൂടുന്നതായിട്ടും അതുപോലെ തന്നെ ബട്ടക്സിൽ ബാക്ക് ഭാഗത്ത് അതുപോലെ തൊടയുടെ ഭാഗത്തൊക്കെ തടി കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഈ വയറ് ചുരുങ്ങുന്ന രീതിയിലുള്ള ഹെവി മൂവ്മെൻറ്റ്സ് അവിടെ പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള എക്സസൈസ് ചൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പണ്ടുള്ള കാലങ്ങളിലാണെങ്കിൽ നമ്മൾ ശരിക്കും PCODയുടെ റീസൺ അന്വേഷിച്ച് പലരും ചോദിക്കാറുണ്ട്, എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇത് വന്നത്, അവളങ്ങനെ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കണില്ല, ഭക്ഷണമൊക്കെ സാധാ ഫുഡേ കഴിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ റീസൺ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇവർ 10 വയസ്സ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ഓടി ചാടി എപ്പോഴും മുറ്റത്തു കൂടിയും നമ്മൾ പറയും തൊടിയിലൂടെയൊക്കെ ഓടി ചാടി ഒരു പൂമ്പാറ്റയെ പോലെ നടന്ന ഒരു പെൺകുട്ടിയായിരിക്കും. 10 വയസ്സ് കഴിഞ്ഞു പിന്നെ അവരൊരു സ്റ്റഡി സ്ട്രെസ് അവിടെ വരെയാണ്. ഇനി 8, 9 എത്തുമ്പോഴേക്കും ഇപ്പം കൂടുതലായിട്ട് 8ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നീറ്റ് കോച്ചിങ്ങും മറ്റുമൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇവർ ആ ഒരു ഓടലും ചാടലും അല്ലെങ്കിൽ ഡാൻസൊക്കെ ചെയ്യുന്ന പിള്ളേരായിരിക്കും, അതൊക്കെ നിൽക്കും. പിന്നെ സ്റ്റഡീസിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കുക, പിന്നെ അവരെ ഇരുത്തി ഫീഡ് ചെയ്യിപ്പിക്കും അല്ലേ. പലപ്പോഴും നമുക്ക് തന്നെ അറിയാം, പാരൻസ് ഒപ്പം ഇരുന്ന് അവർക്ക് വാരി കൊടുക്കലായിരിക്കും, അതിനുപോലും അവരെ എണീക്കാൻ സമ്മതിക്കാതെ അത്രയും ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കാരണം. നമ്മൾ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ എപ്പോഴും ഓടി ചാടി നടന്നൊരു കുട്ടി പിന്നെ സഡനായിട്ട് അവിടെ ഒരു എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റി റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് പോവുകയാണ്. പിന്നെ അവിടെ അവർക്ക് സ്ട്രെസ്സും ഈ പഠനത്തിൻ്റെ സ്ട്രെസ്സ്, ഈ 2 കാര്യങ്ങളും പിന്നെ ഒപ്പം അവിടെ ഒരു ഓവർ ഈറ്റിംഗ് എന്നുള്ള ഒരു ഇതും കൂടെ വരും. അവർ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ വെറും കഴിക്കാൻ മാത്രം ഇവരെ എനർജി. ഓവർ ഈറ്റിംഗ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ സ്കൂൾ വിട്ട് വന്നാൽ കുട്ടികൾ സാധാരണ മുമ്പൊക്കെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെറുകടികളോ അവിലോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ അവിലും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നാടൻ കടികളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ നേരെ പാക്കറ്റ് വാങ്ങിയിട്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ ഫാമിലി പാക്കാണ് വാങ്ങിയത്. അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിലുള്ളൊരു വലിയൊരു കവർ അത് മൊത്തം അങ്ങ് പിള്ളേരെ അടിച്ച് തീർക്കുകയാണ്. അതിൽ 1 ബിസ്ക്കറ്റോ 2 ബിസ്ക്കറ്റൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഒരു കവർ തീരുന്നതാണ് അവരുടെ ഒരു ആ നേരത്തെ ഒരു ഇതെന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെ ആ ഒരു ഏജിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങണം. നമ്മളൊരു PCOD വന്നിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കല്യാണമായി കുട്ടികളാവുന്നില്ല PCOD ആണ്, ഇനി കുറച്ച് മരുന്ന് കൊടുത്തേക്കാം അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്തേക്കാം എന്നുള്ളതിലുപരി ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതിൽ ഈ ഒരു സമയം പ്രത്യേകിച്ച് നമ്മുടെ ഒരു 5ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് തൊട്ട് തന്നെ പെൺകുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ ഒരു പരിധിവരെ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ അടുത്ത ജനറേഷനെങ്കിലും സാധിക്കും. ഇതിന് മുന്നത്തെ പല ജനറേഷനും നമുക്ക് അങ്ങനെ ഒരു അവയർനെസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മളതിൽ കൊടുക്കേണ്ടത് ഒരു 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അവരുടെ ആ ഒരു ഓട്ടം ചാട്ടം, അവരുടെ ഹെൽത്തി എക്സസൈസുകൾ, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ. പിന്നെ ഇന്നത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഈ ഫുഡ് ട്രെൻഡിനോടൊപ്പം ഓടുന്നൊരു സാഹചര്യമുണ്ട്. നാട്ടിലെന്തെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനം വൈറലായാൽ അത് പോയി കഴിക്കുക, അത് ഉണ്ടാക്കുക. അത് അധികം നല്ലൊരു ശതമാനവും ഹെൽത്തി ഫാറ്റ് ആവില്ല, ഹെൽത്തി ആയിട്ടുള്ളതാവില്ല, മൈദ ആയിരിക്കും, ബേക്കറി ഐറ്റംസ് ആയിരിക്കും. ഇതെല്ലാം നമ്മളിത് കണ്ടിട്ട് പൊതുവേ ഇത്തരം ഫുഡുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു തോന്നലുണ്ടാവും അത് കഴിക്കണം. അത് നമ്മുടെ ബ്രെയിൻ അനുസരിച്ചിട്ട് ഫുഡ് ബ്ലോഗ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഡൻസി വരും. അതെ. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ വീട്ടിലുണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പോയി വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇത് സ്ഥിരം ശീലമാക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ കുട്ടികളോട് സംസാരിക്കുമ്പോഴാണ് അവർ സാധാരണ പിന്നെ അതേപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ചോക്ലേറ്റ്. അവർ ഡോക്ടറെ അവൾ ചോറൊന്നും കഴിക്കില്ല, ഭക്ഷണമൊന്നും കഴിക്കില്ല, അപ്പോൾ പിന്നെ എന്താ അവൾ കഴിക്കാറെന്ന് ചോദിച്ചാൽ ചോക്ലേറ്റാണ്, ചോക്ലേറ്റ് ബേബിയാണ്. പിന്നെ പല പ്രവാസി സുഹൃത്തുക്കളുടെ കുട്ടികളും ഇതേപോലെ PCOD ആയിട്ട് നമ്മൾ വന്നപ്പോൾ ഇവർ അഡിക്റ്റാണ് ചോക്ലേറ്റുകൾക്ക് എന്നുള്ളത്. ഏറ്റവും ഹൈ കലോറി കൂടിയ ലോകത്തിൽ തന്നെ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും മികച്ച ചോക്ലേറ്റുകളൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. പല പേഷ്യൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.
അപ്പം അവരൊന്നും കഴിക്കില്ല, അവർക്കിത് മതി. അപ്പോൾ അതിൽ വരുന്നത് ഷുഗറിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാൻ അതൊരു കാരണമാണ്. ഷുഗർ സ്പൈക്ക് വരാം, അതുപോലെ ഈ PCOD വരാം, അതുപോലെ ഫാറ്റി ലിവർ ഡിസീസ് വരാം. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, NAFLD. വളരെ ഒരു നല്ലൊരു ശതമാനം ആളുകൾ സ്കാൻ ചെയ്താലും ഫാറ്റ് ലിവർ ഉണ്ട്. അത് ഭാവിയിൽ അത് കോംപ്ലിക്കേഷൻ വരാനും ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസും മെറ്റബോളിക് ഡിസോർഡേഴ്സൊക്കെ വരാനും സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യങ് ബഡായിരിക്കും, ചെറിയ കുട്ടികളായി ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ ഫുഡ്, ലൈഫ് സ്റ്റൈൽ, എക്സസൈസിൽ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ അവർക്ക് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്.